കേട്ടോ. ആയിക്കോട്ടെ കഴിയുള്ളൂ. നിങ്ങൾ ഞങ്ങൾ ചെയ്താലും സർക്കാർ തീരുമാനിച്ചു അവർക്ക് വേണ്ട എല്ലാം കൊടുക്കും. ശിക്ഷിക്കപ്പെട്ട കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടാൽ തന്നെ പരവുള്ളിൽ ഇങ്ങനെ ഇറങ്ങിയെടുക്കുക, പിള്ളേർ ഇങ്ങനെ ഇറങ്ങിയെടുക്കുന്ന വിഷയം. ശിക്ഷിക്കുന്നതിന് മുന്നേ തന്നെ സർക്കാർ അവർക്ക് വേണ്ടി കേസ് ബാധിക്കുക. ആദ്യം നിർത്തലാക്കേണ്ടത് അതാണ്. സർക്കാരിൻ്റെ ഫണ്ടിൽ നിന്നും ഒരു രൂപ പോലും കേസിന് വേണ്ടി ചിലവാക്കാൻ പാടില്ല. എന്ത് നിയമമാണ്? സർക്കാരുമായിട്ടുള്ള കേസുകൾ, സർക്കാരിന് നഷ്ടങ്ങൾ ഉണ്ടാക്കിയ കേസുകൾ അതുണ്ടാവും. സർക്കാർ സ്ഥാപനങ്ങളെ അടിച്ചു തകർക്കുക ഉണ്ടല്ലോ, അല്ലെങ്കിൽ സർക്കാരിൻ്റെ വാഹനങ്ങൾ നാദാക്കുക, ഇങ്ങനെയൊക്കെയുള്ള കേസുകൾക്ക് മാത്രം സർക്കാർ കേസ് ബാധിക്കുക. അതല്ലാതെ ഭരണകക്ഷിയുടെ പ്രവർത്തകർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ കേസ് എങ്ങനെ സർക്കാർ നടത്തൽ? ഇത് ഒപ്പിലുള്ളത് ആ നിയമങ്ങൾ അതാ ഭേദഗതി ഒന്നും ചെയ്യേണ്ടത്. പിന്നെ രണ്ടാമത്തെ ഭേദഗതി നമ്മൾ പറഞ്ഞു തരാൻ കേട്ടെ. ഭേദഗതി നമുക്കറിയാം എന്താണ് ചെയ്യേണ്ടതല്ലേ. രണ്ടാമത് കുറ്റം സമ്മതിച്ച വ്യക്തി, ഞാനാണ് കൊന്നത് എന്ന് ചെന്താമര പറഞ്ഞ പോലെ ഞാനാണ് കൊന്നത് എന്ന് പറഞ്ഞ വ്യക്തിയെ ആ വ്യക്തിക്ക് തന്നെ ജാമ്യം കൊടുക്കണം. കോടതി ആ വ്യക്തിക്ക് ജാമ്യം കൊടുത്തത് കൊണ്ടാണല്ലോ രണ്ടാമത്തെ കൊല നടത്തിയത്. മുൻ കൊലക്കേസിലെ പ്രതിയാണ് ചെന്താമര. സംഭവിച്ചു പോകാൻ കൊന്നില്ലേ. എന്നിട്ട് ആ ചെന്താമരക്ക് ജാമ്യം കൊടുക്കുന്നു, വീണ്ടും കൊല്ലുന്നു. ഇപ്പോൾ നിൽക്കുന്ന വീണ്ടും ഇപ്രാവശ്യം നടത്തിയ കൊലപാതകം നേരിട്ട് കണ്ട വ്യക്തി പറയാൻ പേടിച്ചിരിക്കുകയാണ്. കാരണം എന്താ? ചെന്താമര ഇനി പുറത്തേക്ക് എന്നെ കൊല്ലുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇനി നിങ്ങൾ ജാമ്യം കൊടുക്കും. എല്ലാ കൊലകൾക്കും ഉത്തരവാദിത്വം ഒന്ന് കോടതിക്ക് തന്നെയാണ്. പ്രതികൾക്ക് ജാമ്യം കൊടുക്കുക, ശിക്ഷകൾ തീർപ്പാക്കണില്ല. അതുപോലെ തന്നെ പിന്നെ പരോള് പിന്നെ വിഷയമല്ല. പരോള് നല്ലൊരു കണക്കെടുത്ത് ഇത്ര വർഷക്കാലം താമസ ശേഷം ചെറിയ പരോൾ കൊടുക്കുക. അതും കൊലക്കുറ്റത്തിന് പരോൾ കൊടുക്കാൻ പാടില്ല. കൊലപാതകം ചെയ്ത വ്യക്തിക്ക് പരോൾ കൊടുക്കാൻ പാടില്ല. അല്ലാത്ത കേസുകൾക്ക് വേണമെങ്കിൽ പരോൾ കൊടുക്കാം. അത് കൊല്ലത്തിന് ഒരാഴ്ച അങ്ങനെയൊക്കെ. നിങ്ങളിപ്പോൾ കണ്ടോ, ഇപ്പോൾ UAE ഇന്നലെ നമ്മളിന്ന് ടൈറ്റിൽ എന്താണ്? UAE ഇന്നലെ 2 മലയാളക്കാരെ കൊന്നു അല്ലേ? റിപ്പോർട്ടുണ്ട്. UAE വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരുന്ന 2 മലയാളികളുടെ ശിക്ഷ നടപ്പാക്കിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അതാ പറഞ്ഞു കൊന്നങ്ങോട്ട്. അതന്നെ, അതൊക്കെ ഇസ്ലാമിക ഭരണരീതി, ഇസ്ലാമിക നിയമം എല്ലാവരും ആഗ്രഹിക്കും. ഇന്നുണ്ടല്ലോ ഒത്തങ്ങനെ പറഞ്ഞാക്കുന്ന. എന്നിട്ട് പെണ്ണ് പറഞ്ഞല്ലോ, ഒരു അമുസ്ലിം സഹോദരി പറഞ്ഞാക്കുന്ന കൊല്ലണം, കട്ടവനെ കൈ മുറിക്കണം, കൊന്നവനെ കൊല്ലണം. മയക്കുമരുന്ന് പിടിച്ചവനെ 3 ഗ്രാമിൻ്റെ മേലെ ഗൾഫിലാക്കുന്ന. 3 ഗ്രാമിൻ്റെ മേലെ പിടിച്ചു കഴിഞ്ഞാൽ തല പൊട്ടുവൻ്റെ. ഇവിടെ കോടതി സപ്പോർട്ടാ. എന്തെങ്കിലും ഇവിടെ നോക്കിയെടുക്കുക. ഇവിടൊക്കെയാണ് ഇസ്ലാം മതത്തിൻ്റെ ഓരോരോ വിധികൾ. ഹിന്ദു മതത്തിൽ വിധികളുണ്ടോ? ഞാൻ കേട്ടില്ല കേട്ടോ. ഹിന്ദു മതത്തിൽ വിധികളുണ്ടോ? കൊന്നവൻ എന്താ ചെയ്യേണ്ടത്, കട്ടണം എന്താ ചെയ്യേണ്ടതെന്നൊക്കെ വിധികളുണ്ടോ? ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഉണ്ടെങ്കിൽ അതിന് കമൻറ്റ് ബോക്സ് കിട്ടുമെന്ന് പറഞ്ഞു തരും. ഹിന്ദുക്കളെ ഇപ്പോൾ ഹിന്ദു മതത്തിൽ ശിക്ഷ എന്തൊക്കെയാണ്? ഇസ്ലാം മതത്തിൽ ഒരുപാട് വിധികളുണ്ട്. കൊന്നവനെ കൊല്ലണം എന്നാണ്. കണ്ണിന് കണ്ണ്, മൂക്കിന് മൂക്ക് എന്ന് പറഞ്ഞിട്ടുള്ള മതം. വെറുതല്ല, ഒത്തിരി കണ്ണനെ കുത്തിപ്പൊട്ടിച്ചാൽ എൻ്റെ കണ്ണും കുത്തിപ്പൊട്ടിച്ചും എന്നൊരു ബോധം വേണം. മനസ്സിലായോ? അങ്ങനെ മൂക്കിന് മൂക്ക്, കാത് ജീവന്. കട്ടവൻ അന്യവനെ വേണ്ട കൈ മുറിക്കുക. അതുപോലെ തന്നെ വ്യഭിചരിച്ചവൻ, വിവാഹിതനാണോ വ്യഭിചരിച്ചവൻ, അവനെ എറിഞ്ഞു വരണം. അല്ലാത്തവന്, വിവാഹം കഴിക്കാത്തവന് ഇത്ര അടി, ഇത്ര വർഷം. കൊതിച്ചു പോകണമെന്ന് കേരളം അല്ലേ? 3 ഗ്രാം മയക്കുമരുന്ന് പിടിച്ചു കഴിഞ്ഞാൽ അവന് ജയിലാണ്. ജാമ്യം തേങ്ങൊന്നുമില്ല. പിന്നെ നേരിട്ട് പിടിക്കണതേ, നേരിട്ട് മയക്കുമരുന്ന് പിടിച്ചിട്ടാണ് വീണ്ടും ജാമ്യത്തിൽ വിടണേ. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇന്ന് ഇസ്ലാമിക മതവിധികളെന്ന് ആഗ്രഹിക്കുന്നത്. ഇസ്ലാമിക എന്താ പറഞ്ഞ ശിക്ഷകൾ, ആ ഇസ്ലാമിക ശിക്ഷകൾ വരുന്നത് കേരളത്തിൽ. അതാണെന്ന് ജനം ആഗ്രഹിക്കുന്നത്.